കൃഷ്ണ. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ ദർശനം എന്ന് പറയുന്നത് മനസ്സിനെ നിർമ്മലമാക്കുന്ന ഒരു അനുഭവമാണ്. ഇന്നത്തെ കളഭാലങ്കാരം കണ്ടാൽ സാക്ഷാൽ യശോദമ്മയുടെ മുന്നിൽ നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണനെയാണ് നമുക്ക് ഓർമ്മ വരിക. ഭക്തൻ്റെ ഉള്ളിലെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ മാറ്റി ഭക്തിയുടെ പ്രകാശം നിറയ്ക്കുന്ന ആ മന്ദഹാസം ഇന്ന് ശ്രീകോവിലിനുള്ളിൽ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഭഗവാൻ ഒരു ഉണ്ണിക്കുട്ടനായിട്ടാണ് ഭക്തർക്ക് ദർശനം നൽകിയത്. 2 കൈകൾ നിറയെ വെണ്ണ പിടിച്ച് അത് കഴിക്കാനായിട്ട് വായോടിങ്ങനെ അടുപ്പിച്ച് പിടിച്ച് ഇരിക്കുന്ന ഭാവമാണ് ഇന്നത്തെ അലങ്കാരം. ഇത് സൂചിപ്പിക്കുന്നത് ഭക്തരുടെ ശുദ്ധമായ മനസ്സാവുന്ന നവനീതം, അതായത് വെണ്ണ, ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കൈകളിൽ വെണ്ണയുണ്ട് അല്ലേ, കൈ നിറയെ 2 കൈകളും നിറയെ വെണ്ണയാണുള്ളത് കണ്ണൻ്റെ. അത് കാരണം തൻ്റെ പ്രിയപ്പെട്ട ഓടക്കുഴൽ കണ്ണൻ എവിടെയാ വെച്ചേക്കണേന്നറിയോ? ഇടത്തെ കക്ഷത്തിൽ ഇങ്ങനെ തിരികെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇടത് കക്ഷത്തിൽ ഓടക്കുഴലും തിരികെ വെച്ച് 2 കൈകളിൽ നിറച്ച വെണ്ണയായിട്ട് ഇപ്പോൾ കഴിക്കാൻ പോവുകയാണ് എന്നുള്ള ഭാവത്തിലിരിക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണി. സർവചരാചരങ്ങളെയും തൻ്റെ മുരളീഗാനത്താൽ മയക്കുന്നവൻ ഭക്തൻ നൽകുന്ന സ്നേഹമാകുന്ന വെണ്ണയ്ക്ക് മുന്നിൽ സംഗീതം പോലും മാറ്റിവെച്ച് അത് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ളതാണ്. ഭഗവാന്റെ ഓരോ ആഭരണവും പ്രപഞ്ചത്തിൻ്റെ ഐശ്വര്യത്തെയാണ് വിളിച്ചോതുന്നത്. ആ കുഞ്ഞു വയറിന് മുകളിൽ ചാർത്തിയിരിക്കുന്ന പൊന്നിൻ കിങ്ങിണിയും കുഞ്ഞിക്കാലുകളിലെ പൊൻതളകളും ഭക്തൻ്റെ കാതുകളിൽ ഭക്തിയുടെ മന്ത്രധ്വനി മുഴക്കുന്നുണ്ട്. കഴുത്തിനോട് ചേർന്ന് വജ്രം പതിച്ച പതക്കവും കൈവളകളും തോൾവളകളും ഭഗവാന് മാറ്റുകൂട്ടുകയാണ്. നെറ്റിയിൽ തിളങ്ങുന്ന സ്വർണ്ണഗോപിയും ചെവിപ്പൂക്കളും ആ മുഖത്തിന് പ്രത്യേക തേജസ് നൽകുകയാണ്. ശ്രീകോവിലിനുള്ളിൽ പൂക്കളുടെ സുഗന്ധമുണ്ട്. അത് ഭഗവാന്റെ ചൈതന്യവും ഒന്നാകുകയാണ്. ഭഗവാന്റെ പൊൻകിരീടത്തിന് മുകളിൽ 3 തിരുമുടി മാലകളാണ് ചാർത്തിയിട്ടുള്ളത്. വെളുത്ത പൂക്കളും തെച്ചിപ്പൂക്കളും ചേർന്നിട്ടുള്ള ഒരു മാലയും, താമരപ്പൂക്കൾ മാത്രം കോർത്തിട്ടുള്ള ഒരു മാലയും, പിന്നെ വെളുത്ത പൂക്കൾ മാത്രം കോർത്തിട്ടുള്ള ഒരു മാലയും, അങ്ങനെ 3 തിരുമുടി മാലകളാണ് ഭഗവാന്റെ പൊൻകിരീടത്തിന് മുകളിലായിട്ട് ചാർത്തിയിട്ടുള്ളത്. കഴുത്തിൽ താമരപ്പൂക്കളും വെളുത്ത പൂക്കളും തെച്ചിയും ഇടകലർന്ന് മനോഹരമായിട്ടുള്ള ഉണ്ടമാലയാണ് ചാർത്തിയിട്ടുള്ളത്. ഇവയ്ക്ക് പുറമെ 5-6ഓളം ഉണ്ടമാലകൾ ഭഗവാന്റെ വിധാനമായിട്ട് ഇങ്ങനെ മേലാപ്പായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. അത് ശ്രീകോവിലിനെ വൈകുണ്ഠ തുല്യമാക്കുകയാണ്. ഭഗവാന്റെ പൊക്കിളിന് മുകളിലായിട്ട് വെച്ചിരിക്കുന്ന തിളങ്ങുന്ന ഗോപി തിലകം, അത് ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രം തന്നെയാണ്. ആ ഉണ്ണിക്കുമ്പയിൽ നോക്കി നോക്കൂ, എന്തൊരു ഭംഗിയല്ലേ! യശോദമ്മ നൽകിയ വെണ്ണ കഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ ഉണ്ണിയുടെ ഭാവം നമ്മളോട് പറയുന്നത് നമ്മൾ അർപ്പിക്കുന്ന ചെറിയൊരു സ്നേഹം പോലും ഭഗവാൻ ഇരട്ടിയായി നമുക്ക് തിരിച്ചു നൽകും എന്നതാണ്. ആ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് ആ തിരുമുഖത്തെ മന്ദഹാസം ഉള്ളിൽ ധ്യാനിക്കുമ്പോൾ സകല ദുഃഖങ്ങളും അലിഞ്ഞില്ലാണ്ടാവാണ്. നാം ഭഗവാനെ അല്പം സ്നേഹിച്ചാൽ അവൻ നമ്മളെ അളവറ്റ രീതിയിൽ തിരിച്ചു സ്നേഹിക്കും എന്നുള്ളതാണ്. ആ ഒരു വലിയ ഒരു സത്യമാണ് ഇന്നത്തെ ദർശനം നമുക്ക് നൽകുന്നത്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമ്മളെ തന്നെ അർപ്പിച്ചുകൊണ്ട് നാരായണ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.